നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആക്സിഡന്റിൽപ്പെട്ട ആൾ എവിടെ ഉണ്ടെന്ന് മാഡത്തിന് അറിയണമെന്ന് നിർബന്ധമാണോ? നിർബന്ധമാണ്. എന്നാ കേട്ടോ, അയാളിപ്പോ താലൂക്ക് ആശുപത്രിയിലുണ്ട്, മോർച്ചറിയില്. മഞ്ജുജി ഇവിടെ അഡ്മിറ്റ് ചെയ്തെന്നാണല്ലോ പറഞ്ഞത്. അത് കളവാണെന്ന് വ്യക്തമായില്ലേ? ഇതിലെന്തോ ഒരു കളി നടന്നിട്ടുണ്ട്. അതെ, അങ്ങനെ എനിക്ക് തോന്നുന്നു. നമുക്ക് സ്റ്റേഷനിൽ പോയി SI കാണാം. നിങ്ങൾ വാ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? സത്യ രാജു, അങ്ങനെ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ആംബുലൻസും ഇല്ല. അവരുടെ ആംബുലൻസ് കേടായിട്ട് നാളുകളായിന്ന്. ഇതിലെന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട് രാജു, അത് ഉറപ്പാ. മഞ്ജു ചേച്ചിയും ഞങ്ങൾക്കൊപ്പം ഹോസ്പിറ്റലിൽ വന്ന് അന്വേഷിച്ചതാ. SIക്ക് ഇതിലെന്തെങ്കിലും കള്ളക്കളി ഉണ്ടെങ്കിലും നമ്മളത് പൊളിക്കും. ഋതിക മേഡം അല്ലേ നമുക്കൊപ്പം ഉള്ളത്. പക്ഷേ മഞ്ജു ചേച്ചി കൂടെ ഇടപെട്ട അന്വേഷണം നടത്തുന്നെന്ന് പുറത്തറിയണ്ട. SI കുറ്റക്കാരനാണെങ്കിൽ മഞ്ജു ചേച്ചി പെടുത്താൻ വേണ്ടി അയാൾ ശ്രമിക്കും. എന്തു പറഞ്ഞാലും അയാളുടെ താഴെ ജോലി ചെയ്യുന്ന ആളല്ലേ മഞ്ജു ചേച്ചി. അയാൾക്ക് മുകളിൽ ഒരു അന്വേഷണം നടത്തുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല രമ്യ. ആദ്യം ഞങ്ങൾക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു രാജു. രാജുവിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാന് ഞങ്ങള് ആക്സിഡന്റിൽ പെട്ടയാളെ തേടി ഇറങ്ങിയത്. അങ്ങനെ ഒരാള് പോലും ഇല്ലെന്ന്. ആ SI എന്തിന്റെ പേരില് രാജുവിനെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടത്? മറുപടി അയാൾ പറയണം. അയാളെ കൊണ്ട് നമ്മൾ മറുപടി പറയിപ്പിക്കും. ഞാൻ എന്ത് മറുപടി പറയാനാ ദീപക് സാറേ? ആ പെണ്ണുങ്ങൾ രണ്ടും കൽപ്പിച്ച വർമ്മ സാറിന്റെ മോളും കൂടി കൂട്ടത്തിലുണ്ടെന്ന് പറയുമ്പോ കാര്യത്തിന്റെ സീരിയസ്നെസ് സാറിന് മനസ്സിലായോ? എന്റെ തൊപ്പി തെറിക്കും സാറേ, എനിക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതാ. താനിങ്ങനെ കിടന്ന് കരയാതോടോ. ഒന്നുമല്ലെങ്കിൽ താനൊരു SI അല്ലേ? എടോ, ഇതൊക്കെ പുറത്തെറിഞ്ഞു കഴിഞ്ഞാൽ തന്നെക്കാളും പ്രശ്നം എനിക്കാ. ഇല്ലാത്ത ആക്സിഡന്റ് ഉണ്ടാക്കി അമ്മാവന്റെ മോളെ പ്രതിയാക്കാൻ ശ്രമിച്ചു എന്നെങ്ങാനും അറിഞ്ഞാ അമ്മാവനെന്നെ വീട്ടിൽ തന്നെ ചവിട്ടി പുറത്താക്കും. പിന്നെ ഋതിക ഞാനങ്ങ് മറന്നാ മതി. താനടക്കമുള്ള മൊത്തം പോലീസ് ഫോഴ്സിന്റെ ചെല്ലും ചെലവും നടത്താനുള്ള പാങ്ങുണ്ട് മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ മരുമോൻ സ്ഥാനത്തിന്. എന്നാ സാറ് തന്നെ ഒരു പോംവഴി പറ. ഒരു വഴിയുണ്ട്. എന്താ എന്താ സാറേ? ഞാൻ പറയുന്നതേ താൻ ശ്രദ്ധിച്ചു കേൾക്കണം. തന്നെ പേടിപ്പിക്കാൻ ഒരു ഓലപ്പടക്കമായിട്ടാ അവര് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. താൻ അവരുടെ മുമ്പിൽ ഒരു ബോംബ് പൊട്ടിച്ചാൽ അവരുടെ ശ്രദ്ധ മാറിക്കോളും. പിന്നെ ആക്സിഡന്റ് പെട്ടവനെ അന്വേഷിച്ചു പോവില്ല ആരും. എന്നാ സാർ പെട്ടെന്ന് ബോംബിങ് താ. ആ ശരി സാർ. എന്നാലും മാഡം ഇങ്ങോട്ടൊന്നും വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. രാജുവിന് വേണ്ടിയല്ലേ, എനിക്ക് വേണ്ടിയല്ലേ രാജു ഇതൊക്കെ? മാഡം, രമ്യ, ഋതുമയുടെ എല്ലാം പറഞ്ഞു രാജു. എനിക്കും മഞ്ജു ചേച്ചിക്കും മാത്രമല്ല, രാജുവിന്റെ വീട്ടുകാർക്കും ഇപ്പൊ ഇതൊക്കെ അറിയാം. മാഡം കണ്ണ് തുടക്കി. മാഡം, ആ SI സാർ വന്ന പ്രശ്നമോ? അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നും. എന്താ ഇവിടെ കുറെ നേരം ആയല്ലോ. സാറിന് ആളെ മനസ്സിലായില്ലേ? വർമ്മ സാറിന്റെ മോളാ. ആ എനിക്ക് മനസ്സിലായി. ആരുടെ മോളാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതറിയാൻ തന്നെ സർ ഞങ്ങൾ വന്നത്. മനസ്സിലായില്ല സർ, രാജുവിനെ എന്തിനു വേണ്ടിയാ ഈ ലോക്കപ്പിലിട്ടത്? അറസ്റ്റ് ചെയ്യുമ്പോ മാഡോ വർമ്മ സാർ വീട്ടിൽ ഉണ്ടായിരുന്നില്ലേ?
ആക്സിഡന്റ് ഉണ്ടാക്കിയ ആൾ വീട്ടിലുണ്ടെന്ന് വർമ്മ സാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഞങ്ങളവിടെ വന്നത്? സമ്മതിച്ചു സർ. ആക്സിഡന്റ് ഉണ്ടാക്കിയ ആൾ ഈ ലോക്കപ്പിലുണ്ട്. പക്ഷേ ആക്സിഡന്റിൽപ്പെട്ടയാൾ അവിടെ. അങ്ങനെ ഒരാൾ അഡ്മിറ്റ് ചെയ്തു എന്ന് പറയുന്ന ആശുപത്രിയിൽ ഇല്ല. അങ്ങനെ ഒരു ആംബുലൻസും ഇല്ല. ആക്സിഡന്റിൽപ്പെട്ട ആൾ എവിടെ ഉണ്ടെന്ന് മാഡത്തിന് അറിയണമെന്ന് നിർബന്ധമാണോ? നിർബന്ധമാണ്. എന്നാ കേട്ടോ, അയാളിപ്പോ താലൂക്ക് ആശുപത്രിയിലുണ്ട്, മോർച്ചറിയില്. മനസ്സിലായില്ലേ? ആക്സിഡന്റിൽപ്പെട്ട ആള് മരിച്ചുപോയെന്ന്. ബോഡി പോസ്റ്റ്മോർട്ടം കാത്ത് കിടക്കുക. അതിന്റെ റിപ്പോർട്ടിങ് വന്നോട്ടെ. കേസിന്റെ റേഞ്ച് മാറും. കൊലക്കുറ്റ ചുമത്താൻ പോകുന്നത്. ആക്സിഡന്റ് ഉണ്ടാക്കിയത് ആരായാലും. ദൈവമേ, ഋതുചേച്ചിയുടെ മുറിയിലേക്ക് ആരും വരില്ലേ? ഋതുചേച്ചി പോലീസിന്റെ പിടിയിലാവാതെ തന്നെ രാജുചേട്ടനെ രക്ഷിക്കാൻ ചേച്ചിക്കാവണേ. അമ്മേ, എന്താടാ? ഹൃതിക എവിടെ? അവളിവിടെ ഇല്ലേ? അവളിവിടെ എവിടെയെങ്കിലും കാണും. ഇല്ലമ്മേ, അവള് നമ്മുടെ കണ്ണിൽ പൊടിയിട്ടു. അവള് പോലീസ് സ്റ്റേഷനിലുണ്ട്. ആ രാജുവിനെ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് അവൾ. സത്യമാണോ നീ പറയുന്നേ? അതെ അമ്മേ, ഞാൻ ദേ എസ് ആയിട്ട് ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. അത് നല്ലതിനല്ലേ മോനെ? അവളെ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കട്ടെ. നമുക്ക് അവൾ ഇവിടെ ഇല്ലെന്ന് പ്രതാപനെ അറിയിക്കാം. അവളോടുള്ള അവന്റെ ദേഷ്യം ഇരട്ടിയായിക്കോളും. അത് കൊള്ളാം, ഗുഡ് ഐഡിയ. വിവാ. പ്രതാപ, എത്ര നേരമായി നീ ഈ നടപ്പ് തുടങ്ങിയിട്ട്? മനസ്സാകെ മരവിച്ചുപോയി. രാജുവിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ഓർക്കുമ്പോ. ഈ അറസ്റ്റ് രാജു സ്വയം സ്വീകരിച്ചതല്ലേ? അപ്പൊ പിന്നെ എന്തു പറയാനാകും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.